എഴുതാമല്ലോ. 24 സങ്കീർത്തന ഹെഡിങ് വീരനും മഹാരാജാവും. വീരനും മഹാരാജാവും. ഒരു വചനം വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യവും ഒരാളിന് വായിക്കാം. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വേദാംശം വായിക്കാം. അങ്ങനെ ജനം ഷീലോവിലേക്ക് ആളയച്ചു. അവർ കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്നവരായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫീനഹാസും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോടു കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫെലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ആമേൻ. ഇവിടെ ഏലിയുടെ 2 പുത്രന്മാർ, ഈ 2 പേരും ദൈവത്തിൻ്റെ പെട്ടകത്തോട് ചേർന്ന് നടന്നു. പിടിക്കാൻ അനുവാദമില്ല. സ്തോത്രം. ശ്രദ്ധിക്കണം, എല്ലാവർക്കും ഈ പെട്ടകം എടുക്കാനൊന്നും കഴിയില്ല. സ്തോത്രം. നമുക്കറിയാം, ഞായറാഴ്ച പള്ളി വരുന്നവരെ കാണുമ്പോൾ അറിയാം, പെട്ടകമില്ലാതെ വരുന്ന ഒത്തിരി വിശുദ്ധന്മാരുണ്ട്. പെട്ടകം വീട്ടിൽ ഇരിക്കും, ഇല്ലെങ്കിൽ കടയിലിരിക്കും, വാങ്ങിയിട്ടില്ല, വർഷങ്ങളായി. എന്നാൽ ഈ പെട്ടകം എന്ന് പറയുന്നത്, ഇതിനകത്ത് 3 കാര്യം ഇരിപ്പുണ്ട് ഈ പെട്ടകത്തിനകത്ത്. പറയാമോ എന്താണ് ഈ പെട്ടകത്തിനകത്ത് ചെയ്യുന്ന കാര്യം? പറയാമോ? പറഞ്ഞോളൂ. മന്ന വെച്ച പൊൻപാത്രം, അഹരോന്റെ തളിർത്ത വടി, കൽപ്പലകൾ. മന്നയിട്ട് വച്ച പൊൻപാത്രം, അഹരോന്റെ തളിർത്ത വടി, നിയമത്തിൻ്റെ കൽപ്പലകൾ. നിയമത്തിൻ്റെ കൽപ്പലകൾ. എന്താണ്? നിയമത്തിൻ്റെ. സ്തോത്രം. ഈ 3 കാര്യം ഈ പെട്ടകത്തിനകത്തുണ്ട്. ഈ പെട്ടകത്തെ ഇവർ കൊണ്ടുവരുന്ന ഒരു യാത്രയാണ് 24-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ. ഈ പെട്ടകം ഇവർ ചുമന്നുകൊണ്ട് വരുമ്പോൾ തന്നെ ഓബേദ്ഏദോമിൻ്റെ ഭവനത്തിൽ ഈ പെട്ടകം വച്ചു. ഈ ഭവനത്തെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അനുഗ്രഹിച്ചു. സ്തോത്രം. അല്ലേ? ഓബേദ്ഏദോമിൻ്റെ ഭവനത്തിനകത്ത് ഈ പെട്ടകം ഇരുന്നപ്പോൾ ആ ഭവനത്തെ എന്ത് ചെയ്തു? ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ദൈവമക്കൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി എന്നല്ല, പെട്ടകം നമ്മൾ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നുവോ എന്നുള്ളതാണ് കാര്യം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വേദപുസ്തകം നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പഠിക്കുമ്പോൾ, പഴയ നിയമത്തിൽ കാത്തിരുന്ന വിശുദ്ധന്മാരെക്കാൾ കാത്തിരുന്നു പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ അബ്രഹാം 25 വർഷം പോലും കാത്തിരിക്കാൻ കഴിയാതെ കാത്തിരുന്നോ? അബ്രഹാം, സാറ കാത്തിരുന്നോ? ദൈവം പറഞ്ഞ ശേഷം 25 വർഷം കാത്തിരുന്നോ? ഇല്ല. എവിടെ കാത്തിരുന്നു? തലയാട്ടിക്കളയരുത്. കാത്തിരുന്നെങ്കിൽ ദാസിയുടെ അടുത്ത് പറഞ്ഞയക്കത്തില്ലല്ലോ. പറഞ്ഞയക്കോ? സാറയല്ല ദൈവം വിളിച്ച, അബ്രഹാമിനെയാണ്. അപ്പോൾ ആ കാത്തിരിപ്പിൻ്റെ നടുവിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ മുഴുവനും തച്ചുടച്ച്, ആ വിശ്വാസത്തിനകത്ത് അബ്രഹാം നിൽക്കത്തില്ല എന്ന് ഭാര്യയ്ക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലതും ഭാര്യയുടെ കയ്യിലാണ് കടിഞ്ഞാൽ.
ഭാര്യ പറഞ്ഞ അതുപോലെ ചെയ്യും. അബ്രഹാമാർക്ക് ഇന്ന് വിലയില്ലാത്ത കാലഘട്ടമാണ്. ഭാര്യ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ പോകത്തില്ല. ഭാര്യ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കും. 1-2 വർഷമല്ല, 25 വർഷം കാത്തിരിക്കാൻ പറഞ്ഞു. 25 വർഷം കാത്തിരിക്കാൻ പറഞ്ഞ അബ്രഹാം ഭാര്യയുടെ വാക്ക് കേട്ട് ദാസിയുടെ അടുത്ത് പോയി. എന്താ കാത്തിരിക്കാൻ കഴിയാത്ത കാര്യം? ഇതിനകത്ത് ആരും ഇല്ലേ? ആരും കാണാൻ പറ്റില്ലല്ലോ. എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത് എന്തെങ്കിലും പണി ചെയ്തിരിക്കുകയാണോ? എന്താ കാണാൻ പറ്റാത്ത? എന്താ അതിനകത്ത് അബ്രഹാമിന് പറ്റിയത്? അല്ലെ എന്താ കാത്തിരിക്കാൻ പറ്റും? ഇന്ന് ആർക്കാ കാത്തിരിക്കാൻ പറ്റുന്നത്? എന്നാൽ കാത്തിരുന്നൊരു മനുഷ്യനുണ്ട്. 38 വർഷം, 1-2 അല്ല കേട്ടോ, 38 വർഷം താൻ കാത്തിരുന്നു. എന്തിനാ കാത്തിരുന്നതെന്ന് അറിയാമോ? ഒരു വിടുതലിന് വേണ്ടിയാ. അവൻ പള്ളി മാറിപ്പോയില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് വേറൊരിടത്തും പോയില്ല. അവനൊരു വിടുതൽ അതിനകത്ത് കിട്ടുമെന്ന് അവൻ എന്ത് ചെയ്തു? പൂർണ്ണമായും വിശ്വസിച്ചു. അവൻ അവിടെ ഇരുന്നു. സ്തോത്രം. അവനൊരു വാഴ്ത്തത്വം ഉണ്ടായിരുന്നു. ദൈവം ഡയറക്റ്റ് ആ 38 വർഷമായ രോഗിയുടെ അടുത്ത് ഇറങ്ങി വന്നു. എന്നാൽ അബ്രഹാമിന് ഇരിക്കാൻ പറ്റിയോ? ഭാര്യ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും ഞാനങ്ങ് ഏകദേശം വയസ്സായി, ഈ ദൈവം വാഴ്ത്തത്തൊക്കെ പറഞ്ഞെങ്കിലും നിവർത്തിക്കത്തില്ല, എന്തായാലും നിനക്ക് കുഞ്ഞു ലഭിക്കും, നീ ദാസിയുടെ പോ. അതുപോലെ അബ്രഹാം അനുസരിച്ചെന്നാണ്. സ്തോത്രം. നോക്കൂ, ഈ പെട്ടകം ഓബേദേവിൻ്റെ ഭവനത്തിലേക്ക് ഈ പെട്ടകം വന്നപ്പോൾ ആ ഭവനത്തെ മുഴുവനും ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. സ്തോത്രം. 24-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിശക്തമായ ഒരു കാത്തിരിപ്പും മഹാരാജാവായ വീരനാം ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു പ്രവൃത്തിയും ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഒരു കാര്യം പറയാം, വേറെ എന്തിനേക്കാളും ദൈവത്തിന് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ, ദൈവത്തിന് നിങ്ങൾ സ്ഥാനം കൊടുത്താൽ ഉറപ്പായിട്ടും, സ്തോത്രം, ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ നിൽക്കുന്ന ജോയ്സ് മേയർ അറിയാമോ? ജോയ്സ് മേയർ ആർക്കെങ്കിലും അറിയാമോ? ജോയ്സ് മേയർ ഒരു ലേഡി, ഇന്ന് ലക്ഷങ്ങൾ അവരെ സാക്ഷ്യം അറിയാമോ? അവരെ സാക്ഷ്യം കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും അറിയാം? സാക്ഷ്യം കേട്ടിട്ടുണ്ടോ? അവരെ കുഞ്ഞു പ്രായത്തിൽ അവരെ അപ്പൻ അവരെ പീഡിപ്പിച്ചു. അറിയാമോ ആ കഥ? അവരെ പീഡിപ്പിച്ചു. അതിനകത്ത്, ആ ഷോക്കിനകത്തുനിന്ന് പുറത്തു വരാൻ അവർ കുറച്ച് കാലമെടുത്തു. ദൈവം ജോയ്സിനോട് ഇടപെട്ടു. നീ അപ്പനോട് മിണ്ടാതിരിക്കരുത്, നീ അപ്പനെ ചേർത്ത് പിടിക്കണം. അപ്പനെ ചേർത്ത് പിടിച്ചു. ചേർത്ത് പിടിക്കാൻ ദൈവം പറഞ്ഞു, ചേർത്ത് പിടിച്ചു. എല്ലാ കാര്യാദികളും ചെയ്തു. അതാണ് ജോയ്സിന്റെ വളർച്ച. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നുവോ അത് ദൈവമായിരിക്കട്ടെ. ദൈവത്തെ കൂടാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കത്തില്ല എന്ന് വേദപുസ്തകം ഉറപ്പിച്ച് നമ്മെ പഠിപ്പിക്കുക. ഉറപ്പായിട്ടും നമ്മൾ ബാക്കി എന്തിനെ ഈ ഭൂമിയിൽ നമ്മൾ ആരാധിച്ചാലും അത് വിഗ്രഹമാണ്. അത് ആരോഗ്യമുള്ള ഭർത്താവട്ടെ നല്ലത്, സൗന്ദര്യമുള്ള മക്കളാവട്ടെ അത് ഏറെ നല്ലത്, കർത്താവ് തരുന്ന പ്രതിഫലമാണ്. നല്ല വാഹനങ്ങളായിരിക്കട്ടെ, കർത്താവ് തരുന്ന വാഴ്ത്ത നല്ലത്. നല്ല ഭവനമായിരിക്കട്ടെ, എല്ലാ മുറി എയർ കണ്ടീഷനും അറ്റാച്ച് ബാത്റൂം എല്ലാം ആയിരിക്കട്ടെ, ഏറ്റവും ഏറെ നല്ലത്. പക്ഷേ അതിനേക്കാൾ വലുതാണ് ദൈവം. ഈ ഒരു മനോഭാവം നമ്മളുടെ ഹൃദയത്തിനകത്ത് നമ്മൾ കെട്ടി ഉയർത്തുമെങ്കിൽ ഇനി എന്തെല്ലാം സമ്മർദ്ദം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഒരു വശവും നമ്മൾ തളർന്നു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തോടെ പറയുന്നു കേട്ടോ, അനുഭവത്തോടെ പറയുന്നത്. ഒരു സൈഡും ഇനി എല്ലാവരും വിട്ടുപോയാലും അപ്പോഴും ഞാൻ പറയും, കർത്താവേ നിനക്ക് സ്തുതി. പരാതി പരിഭവമൊന്നും വേണ്ടെന്നേ. കർത്താവേ നിനക്ക് നന്ദി. ഹല്ലേലൂയ. വിട്ടുപോയവരെ കണക്കൊക്കെ നമ്മുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് ഉള്ളവനാണെങ്കിൽ അറ്റാക്ക് വന്ന് ചാവും.
പക്ഷെ കർത്താവ് പറഞ്ഞത്, ആമേൻ, ഞാൻ നിന്നെ ചിലരെ ഏൽപ്പിക്കും, അത് ചില നാളുകൾ ഞാൻ നിന്നെ ഏൽപ്പിക്കും. അങ്ങനെയല്ലേ മോശ ഏൽപ്പിച്ചത്? മോശ ഏൽപ്പിച്ചു. മോശയുടെ കാലം കഴിഞ്ഞപ്പോൾ ആരെ ഏൽപ്പിച്ചു? ആ ജനത്തെ പറഞ്ഞേ, യോശുവയെ ഏൽപ്പിച്ചു, യോശുവേനെ. ആമേൻ. അപ്പോൾ ഓരോ ഘട്ടത്തിലും ദൈവം ഓരോ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ സറണ്ടർ ആകണം. മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവസന്നിധിയിൽ സറണ്ടർ ആകണം. ആമേൻ. ഇവിടെ പെട്ടകത്തിനകത്തിരിക്കുന്ന 3 കാര്യം ഏതൊക്കെയെന്നറിയാമോ? നമ്മുടെ സെലിൽ സിസ്റ്ററെ, പെട്ടകത്തിനകത്തിരിക്കുന്ന 3 കാര്യങ്ങൾ പറഞ്ഞോളൂ. നിയമപെട്ടകത്തിനകത്തിരിക്കുന്ന 3 കാര്യങ്ങൾ പറയൂ സെലിൽ സിസ്റ്ററെ. എന്തൊക്കെയാ 3 കാര്യങ്ങൾ? 1, 2, 3 പറഞ്ഞോളൂ. എന്തൊക്കെയാ കാര്യങ്ങൾ? അനിൽ ബ്രദറെ, അനിൽ പെട്ടകത്തിനകത്തിരിക്കുന്ന 3 കാര്യത്തെക്കുറിച്ച് പറയൂ. പറഞ്ഞോ സിസ്റ്റർ, പറഞ്ഞോ. സിസ്റ്റർ പറഞ്ഞോ, കേൾക്കാമോ ഞാൻ പറയുന്നേ? പെട്ടകത്തിനകത്തിരിക്കുന്ന 3 കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? പറഞ്ഞോളൂ. നന്നായി, അത് തന്നെ കേട്ടോ. അനിൽ ബ്രദറോടെ, അനിൽ ബ്രദർ, പെട്ടകത്തിനകത്തിരിക്കുന്ന 3 കാര്യങ്ങൾ. അടുത്ത ആഴ്ച ക്ലാസ്സിൽ വരുമ്പോൾ 150 പ്രാവശ്യം എഴുതിക്കൊണ്ട് വരണം. 150 പ്രാവശ്യം അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ. അല്ലല്ല, അവിടെ അനിൽ ബ്രദറിന്റെ എനിക്ക് മനസ്സിലായി. അനിൽ ബ്രദർ അല്ല, ഇവിടെ 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 കർത്താവിൻ്റെ അഭിഷേകത്തെ അനിൽ ബ്രദറിന്റെ വൈഫ് പഠിപ്പിക്കണം. അനിൽ ബ്രദർ വരുമ്പോൾ ആദ്യം ചോദിക്കണം കേട്ടോ, ചോദിച്ചിട്ടേ പഠിപ്പിക്കാവൂ. ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ ചോദിക്കും. ഇവിടെ നമ്മുടെ സരിസ് എഴുതി വെച്ചോ, എഴുതിക്കോ സരിസ് എഴുതിക്കോ. 150 പ്രാവശ്യം ഓരോ വാക്കും. അപ്പോൾ എത്രയായി? 450 പ്രാവശ്യമായി. ഒരിക്കലും ജീവിതത്തിൽ മറക്കരുത്. 3 പെട്ടകം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിരിക്കുന്ന സാധനമാണ്. 1 മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. എഴുതിക്കോളൂ. 1 മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. 150 പ്രാവശ്യം. ഒരാൾ രക്ഷപ്പെട്ടു. 2 അഹരോന്റെ തളിർത്ത വടി. 3 നിയമത്തിന്റെ കൽപ്പലകകൾ. നിയമത്തിന്റെ കൽപ്പലകകൾ. അപ്പൊ ഈ 3 കാര്യമാണ് നിയമപെട്ടകത്തിനകത്തിരിക്കുന്നത്. ഈ പെട്ടകമാണ് ഓബേദിന്റെ ഭവനത്തിൽ ഇരുന്നത്. യെസ്, ഈ പെട്ടകം അവിടുന്ന് കൊണ്ടുവരും. ദാവീദിന്റെ കാലത്ത് യെരുശലേം ദേവാലയം നിലവിൽ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ദാവീദിന്റെ കാലത്ത് ആലയം ഉണ്ടായിരുന്നോ? ഹലോ, ആരെ കാലത്ത് ആലയം? അയ്യോ, അതെനിക്കാ കുഴപ്പം. ഇപ്പൊ ഞാൻ ഇട്ടനെ പരിപാടി. അത് തന്നെ ദാവീദിന്റെ കാലത്തിൽ പെട്ടകത്തിൽ വയ്ക്കാനുള്ള ആലയമില്ല. അപ്പൊ ശലോമോന്റെ കാലത്താണ് ആലയം വന്നത്. ശലോമോൻ ആരെ മോൻ എന്നറിയാമോ? ദാവീദിന്റെ മകൻ. ദാവീദ പണിയാൻ ആഗ്രഹിച്ച, പക്ഷെ ദാവീദിനെ കൊണ്ട് പണിതിച്ചില്ല. കാരണം രക്തക്കറ കുറെ, ഊരിയാവിന്റെ ഭാര്യ മുതൽ വേറെ കുറെ ഉണ്ട് കഥകൾ. അതെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് അവനെ കൊണ്ട് പണിയിച്ചില്ല. പക്ഷേ ദൈവം നീതിമാനാണ് കേട്ടോ. അവനെ കൊണ്ട് പണിയിക്കാത്തത് കൊണ്ട് അവന്റെ രക്തത്തിൽ നിന്ന് ഒരുത്തനെ ശുദ്ധീകരിച്ച് പുറത്തെടുത്തു. അവന്റെ പേരാണ് ശലോമോൻ, അബ്ശലോമല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വേറൊരിടത്ത് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു ജെറുസലേം ദേവാലയം പണിത് ആരാ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ അവര് ആൻസർ എഴുതി കൊണ്ടുവന്നത് അബ്ശലോം എന്ന് എഴുതി കൊണ്ടുവന്നു. അത് എനിക്ക് മനസ്സിലായി. ഒരാൾ എഴുതിയത് എല്ലാവരും ഒരുപോലെ എഴുതിയത്. ഒരാൾ പോലും 35 പേരുണ്ടായിരുന്നു, ഒരാൾ പോലും തെറ്റിച്ചില്ല. അവരെല്ലാം ഒരേ റൂട്ടിൽ പോകുന്നവരാ. എല്ലാവരും അബ്ശലോം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു.
ശലോമോൻ. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? സ്വർഗത്തിലെ ദൈവം വസിക്കാൻ ഒരു ആലയം. നമ്മുടെ ആലയത്തിൽ ഇന്ന് ദൈവം വസിക്കുന്നുണ്ടോ? ഉണ്ടോ? 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 ഇനി ആര് സരസ് കയറിയപ്പോഴേ 450 ലോട്ടറി അടിച്ചിരിക്കുകയാണ്. ഇല്ലേ, ഇതോട്ട് കുറച്ചു നേരത്തേക്ക് വിട്ടില്ല. ജീവിതത്തിൽ നിന്ന് മറന്നു വരുന്നില്ലേ? സ്തോത്രം. ആമേൻ. ഞാൻ പേടിക്കുന്ന ഒരേ ഒരാളുടെ പേടിയുള്ളൂ, എനിക്ക് ദൈവത്തെ മാത്രം. വേറെ ആരെയും എനിക്ക് പേടിയില്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ വളരെ നിങ്ങൾ വായിച്ച് ഗ്രഹിച്ച് പെട്ടകം, നമ്മുടെ വിഷയം പെട്ടകം പറഞ്ഞേ. പറഞ്ഞോളൂ. ദൈവാലയത്തിലുണ്ടോ? ആന്റി പറഞ്ഞോ. കൈപ്പണിയായതിൽ ദൈവം വസിക്കുന്നില്ല, അപ്പൊ ആലയത്തിൽ ദൈവം ഇല്ല. വെറും ഒരു കെട്ടിടം മാത്രം, നമ്മൾ കൂടി വരാം, അതല്ലേ അതിനകത്ത്. അതാണ് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? പറഞ്ഞ ഇന്നത്തെ ആലയത്തിനകത്ത് ചിട്ടിയുണ്ട്, മാസച്ചിട്ടിയുണ്ട്, ആഴ്ച ചിട്ടിയുണ്ട്. കഴിയണമെങ്കിൽ ആരാധന കഴിയുമ്പോൾ ചർച്ചിന് നടുക്ക് ഒരാളിരിക്കും, പ്രായത്തിൽ മൂത്തതും ഇത്തിരി പക്വതയുള്ള ഒരാൾ നല്ലൊരു ബുക്ക് വെച്ചുകൊണ്ടിരിക്കും. കൊണ്ടുപോവാ ഓണച്ചിട്ടി, പറ കൂപ്പൺ, അത്തച്ചിട്ടി, പിന്നെ അടുത്ത് ലേലച്ചിട്ടി. ഇതെല്ലാം വരുന്നത് ആലയത്തിനകത്താണ്. ഒരു വർഷത്തിൽ എത്ര ലേലം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അറിയാൻ പറ്റും, ബുക്ക് എടുത്തു കഴിഞ്ഞാൽ. ഇതെല്ലാം കർത്താവ് അടിച്ച് പുറത്തിറക്കിയതാണ് പഴയ നിയമത്തിനകത്ത്. പുതിയ നിയമത്തിൽ യേശു കർത്താവ് ചാട്ടയിട്ട് അടിച്ച് വെളിയിറക്കിയ. നമ്മൾ കൂടി വരുമ്പോൾ ഒരു കൂടിവരവിന് വേണ്ടി മാത്രമാണ് ആലയം. ശരിക്കും നമ്മൾ ആലയം കാണണമെങ്കിൽ തമിഴ്നാട്ടിലോട്ട് വരണം. തമിഴ്നാട്ടിലോട്ട് അവിടുത്തെ മാക്സിമം ഒരു ആലയത്തിൻ്റെ ചെലവെന്ന് പറഞ്ഞാൽ മാക്സിമം പോയ ഒരു 1.5 ലക്ഷം രൂപ. എല്ലാം അല്ല കേട്ടോ, വലിയ ആലയങ്ങളുണ്ട്. ഒരു 1.5 ലക്ഷം രൂപ, ഏറെക്കുറെ ഒരു 3/4% ആലയങ്ങൾ. എന്നാൽ നമ്മുടെ ആലയങ്ങളോ എത്ര ചെയ്താലും കൊതി തീരത്തില്ല, പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഓരോ വിശ്വാസികളുടെ വീട്ടിൽ മേൽക്കൂര ചോർന്ന് ഒലിക്കുക. അവിടെ നിൽക്കട്ടെ. അടുത്ത സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ പെട്ടെന്ന്. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ യഹോവേ അനേകായിരമായ ഇസ്രായേലിന്റെ അടുക്കൽ മടങ്ങി വരണമേ എന്ന് പറയും. കണ്ടോ? പെട്ടകം. അപ്പൊ ഈ 24-ാം അധ്യായം ദൈവമക്കൾ ചിന്തിക്കേണ്ടത്, എല്ലാ സ്റ്റുഡൻസും ചിന്തിക്കേണ്ട ഒരു കാര്യം, 24-ാമത്തെ അധ്യായം പെട്ടകമാണ്. പെട്ടകം നിയമപ്പെട്ടകം. ആമേൻ. യെശയ്യാവിന്റെ പുസ്തകം 9, യെശയ്യാവ് 11, യെശയ്യാവ് 2. ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ പെട്ടകത്തിന് ഭയങ്കര സ്ഥാനമാണ് പെട്ടകത്തിന്. പെട്ടകം കണ്ടപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ വായിച്ച അധ്യായം 1 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെ വായിച്ചപ്പോ ഫെലിസ്ത്യർ പേടിച്ചു പോയത് ഇതുവരെയും ഈ ആർപ്പ് കേട്ടിട്ടില്ല. പെട്ടകത്തിനു മുമ്പിൽ ആർത്തു വിളിച്ചു. സ്തോത്രം. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ ഒരു മീറ്റിങ്ങെല്ലാം കഴിഞ്ഞ് ആ ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ അതിനകത്ത് ഒരു ഭയങ്കര ഒരു ശബ്ദം കേട്ടു. രാത്രി ഒരു 11 മണിയൊക്കെ ആവും. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ 2-3 ഒരു ബൈബിളിൻ്റെ പുറത്ത് ഒരു ബൈബിൾ, അടുത്ത ബൈബിൾ ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. എന്നിട്ട് അവർ റൗണ്ടായിട്ടിരുന്ന് ശക്തമായിട്ട് ആരാധിക്കുക. സ്തോത്രം. ആ കുടുംബത്തിനകത്തുള്ളവര് ഭവന പ്രാർത്ഥന നടത്തുക രാത്രി ഭയങ്കര ഒച്ചത്തിൽ. സ്തോത്രം.
തെറ്റല്ല കേട്ടോ, അത് വചനപ്രകാരം ഉള്ളതാ. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൈ പൊക്കണ്ട. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയൽവക്കത്തൊരു വീട് പോലും, എന്തിനേറെ നമ്മുടെ ചുമര് പോലും കേൾക്കത്തില്ല. പേരെന്താ? പ്രാർത്ഥന. എന്നാൽ ഇവിടെ ആർപ്പിന്റെ ശബ്ദത്താൽ, യെശയ്യാവിന്റെ പുസ്തകം 6 പറയുന്നു, അവരാർത്ത ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. സ്തോത്രം. ആമേൻ. അപ്പോൾ ആർപ്പ് എവിടെയൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടാൻ കഴിയുമോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രസൻസ് വെളിപ്പെടും. സ്തോത്രം. ഇന്ന് രാത്രി മറന്നു പോകരുത്, കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. 1-2 ഭാഗം എഴുതിക്കോളൂ. 1-2 ഭാഗം എഴുതിക്കോളൂ. ദാവീദ് ഓബോദിന്റെ ഭവനത്തിൽ നിന്ന് ഓബേദേവിന്റെ ഭവനത്തിൽ നിന്നും പെട്ടകം ആനയിച്ച് കൊണ്ടുവരുന്ന സമയത്ത് പാടിയതാണ് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ ദാവീദിന്റെ കാലത്ത് യെരൂശലേം ദേവാലയം നിലവിൽ ഇല്ലായിരുന്നു. എന്ന ചരിത്രം സത്യം. ഇവിടെ കാണുന്ന കഥകളെയും പുരാതന വാതിലിനെ കുറിച്ചുള്ള പരാമർശവും യെരൂശലേം ദേവാലയത്തെ കുറിച്ചുള്ളതാണെന്ന് അതേസമയം രാജവാഴ്ചയുടെ കാലത്ത് ബ്രാക്കറ്റിൽ ഒരു പക്ഷേ ശലോമോന്റെ കാലത്തിനും ശേഷം ക്ലോസ് ചെയ്യുക. പെട്ടകം ദേവാലയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് പാടിയ ഗീതമായിരിക്കണമെന്നും ഇത് യുദ്ധകാലത്തിലേക്ക്
യുദ്ധകാലത്തേക്ക് പെട്ടകം എഴുന്നള്ളിക്കുകയും അത് അതുപോലെ തിരിച്ചെഴുന്നള്ളിക്കുകയും ചെയ്യുന്നത് പുരാതന ഇസ്രായേലിലെ ഒരു ചടങ്ങായിരുന്നു. യഹോവയുടെ മഹത്വത്തെ 1 ശമൂവേലിന്റെ പുസ്തകം 4 അതിൻ്റെ 4 മുതൽ 6 വരെ, സംഖ്യാപുസ്തകം 10 അതിൻ്റെ 35 മുതൽ 38 വരെ യഹോവയുടെ മഹത്വത്തെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണെന്ന്, ഇത് യഹോവ സൃഷ്ടാവാണ്, യഹോവയുടെ സാന്നിധ്യം വളരെ ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, അടുത്തൊരു വാക്യത്തിലേക്ക് വരാമല്ലോ. ആവർത്തന പുസ്തകം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, 10:14. ആവർത്തന പുസ്തകം 10:14. ഇതാ സ്വർഗവും സ്വർഗാതിസ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവ ആകുന്നു. ഇവിടെ മോശയുടെ കാലഘട്ടത്തിൽ ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മോശയുടെ കൈപ്പടയാൽ എഴുതപ്പെട്ട ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥ പുസ്തകങ്ങളെന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതിനകത്ത് 5-ാമത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5-ാമത്തെ പുസ്തകമായിരിക്കുന്ന ആവർത്തന പുസ്തകത്തിനകത്ത് 14-ാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു: ഇതാ സ്വർഗവും സ്വർഗാതിസ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളത് ആകുന്നു എന്നവിടെ നോയിക്കേ. അതെന്തുകൊണ്ടാണ് അവിടെ സ്വർഗവും സ്വർഗാതിസ്വർഗവും? ആമേൻ. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിനകത്തും പഴയ നിയമത്തിനകത്തും ഒരു മനുഷ്യൻ മാത്രമാണ് ആമേൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത്. ഇവിടെ സ്വർഗവും സ്വർഗാതിസ്വർഗവും മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ അതിനപ്പുറം വേറെ ഒന്നുണ്ടെന്ന് തെളിയിച്ചു പൗലൂസ്. 3-ാമത്തെ സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ് പൗലൂസ് ലീഗ. സ്തോത്രം. ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എന്താണ് നിങ്ങൾ മാത്രം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത് എന്ന് ഞാൻ അദ്ദേഹത്തെ ചോദിക്കും. അദ്ദേഹം പറയാ, സഹോദര, ആമേൻ, അത്രയെങ്കിലും ഞാൻ കയറിയില്ലെങ്കിൽ ഞാൻ അനുഭവിച്ച കഷ്ടത, ഞാൻ അനുഭവിച്ച വേദന, ഞാൻ അനുഭവിച്ച നിന്ന, ഞാൻ എന്ന് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന കുറേ പാണ്ഡിത്യങ്ങൾ, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ പിതാക്കന്മാർ എനിക്ക് ഒരുക്കി തന്ന കോടികളുടെ ആസ്തികൾ, കപ്പലുകൾ, സുഖസൗകര്യങ്ങൾ, ഇതെല്ലാം ഞാൻ ചപ്പും ചവറുമെന്ന് എണ്ണിയത് കൊണ്ട് എനിക്ക് ഇത്രയും പ്രാപിക്കണ്ടേ? ലാസ്റ്റ് ഒരു പുതപ്പും 2 പുസ്തകങ്ങളും അല്ലാതെ വേറെ ഒന്നും പൗലൂസിനില്ലായിരുന്നു. അത്രയിലും ഉണ്ട്. ലാസ്റ്റ് നമുക്കൊരു തുണി പോലും കിട്ടൂല. ലാസ്റ്റ് ഒരു മൂക്കുത്തിയോ ഒരു പല്ലോ ഇരുന്നാൽ അത് ആദ്യം തട്ടിയെടുക്കും.
സ്തോത്രം. ഇനി കണ്ണാടി ഞാനും വയ്ക്കുന്നുണ്ട്. കണ്ണാടിയിൽ 2-3 കാലിന് സ്വർണത്തിലാക്കാമെന്ന് വിചാരിച്ചിരുന്ന ഈ കണ്ണ് എപ്പോൾ അടയുമെന്ന് നോക്കിയിരിക്കും. ആ കണ്ണാടി എടുക്കാനല്ല, നമ്മളെ ശുശ്രൂഷിക്കാനല്ല, കണ്ണാടി കാലെടുത്തിട്ട് പോകാല. സ്തോത്രം. അതാണ് ഇന്നത്തെ കാലം. നോക്കൂ, ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഈ 24 സങ്കീർത്തനത്തിനകത്ത് നിന്ന് നമ്മൾ ഓരോ വാക്കുകളും എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒന്നുകൂടെ വായിച്ചേ. സങ്കീർത്തനങ്ങൾ 50 അതിൻ്റെ 12 50ന്റെ 12 ഒന്ന് വായിച്ചേ. സങ്കീർത്തനങ്ങൾ 50ന്റെ 12 അവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 50ന്റെ 12. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. നോക്കൂ, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. അത് തൻ്റെ ഭക്തനായിരിക്കുന്ന ആസാബിൻ്റെ ഒരു തീരുമാനമാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റൂ. സ്തോത്രം. എത്രയോ പേര് ഞങ്ങളൊക്കെ എവിടെയെല്ലാം പോകുമ്പോൾ കഴിച്ചോ, പിന്നെ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ. എന്തായിരുന്നു അപ്പോഴും വായിൽ എന്താ വരുന്നത് അതൊക്കെ പറയും. സ്തോത്രം. ചിലപ്പോൾ ചിക്കൻ ഒരു 10 മിനിറ്റ് കഴിച്ച് ചോദിക്കും കഴിച്ചോ, അപ്പോൾ വേറെ പേര് പറയും. കാരണം ആദ്യം പറഞ്ഞത് ആവേശപ്പെട്ട് പറഞ്ഞു പോയതാ. പിന്നെ ചിലപ്പോൾ തെറ്റിപ്പോവും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ അവിടുന്ന് രക്ഷപ്പെട്ട് പോരാൻ വേണ്ടി നമ്മൾ പലതും പറയും. കഴിച്ചോ? എന്താണെന്നറിയാമോ, ചില കാര്യങ്ങൾ ചിലയിടത്ത് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ആസാബ് വിളിച്ചു പറയുന്ന ഒരു കാര്യം എന്താണ്? പറയില്ല, ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. ഉറപ്പിച്ചു പറയാം കേട്ടോ, സകലത്തിൻ്റെതും സകല ഉറവിടവും പ്രാർത്ഥിക്കുന്ന മനുഷ്യനുള്ളതാ. സ്തോത്രം. അല്ലേ? ഏലിയാവിന് കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, ആമേൻ, നമ്മൾ ചിന്തിക്കാറുണ്ടോ കർത്താവിന് ഒരാളിനെ അയച്ചൂടെ? ഞാനിങ്ങനെ പറയും, ഒരാൾ അവിടെ എത്തത്തില്ല. കാരണം അത്രയും ദൂരമാണ്. അവിടെ കയറി പോകണമെങ്കിൽ ഒത്തിരി പാടാ. പെട്ടെന്നൊന്നും ഒരാളിനെ ഓടിക്കയറി ചെല്ലാൻ പറ്റില്ല. വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കാക്കയാകുമ്പോൾ കർത്താവ് പ്രത്യേകിച്ചൊരു കാക്കയെ ഏലിയാവിന് വേണ്ടി നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ യോനയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു തിമിംഗലത്തെ ദൈവം നിർമ്മിച്ചതാണ്. അല്ലാത്ത തിമിംഗലത്തിൻ്റെ അകത്തായിട്ട് യോന പെട്ടിരുന്നെങ്കിൽ യോന ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പേസ്റ്റായി പുറത്തു വന്നേനെ. ആമേൻ. ഇതിന് ദൈവം എല്ലാം കൽപ്പിച്ച ആള് ഒരെണ്ണം ക്രമീകരിച്ച് നിർത്തിയിരുന്നു അവിടെ. കേട്ടോ, പലപ്പോഴും എന്നെയും നിങ്ങളെയും നോക്കി സ്വർഗം പറയുന്നതും അങ്ങനെ തന്നെയാണ്. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ആശ്രയിച്ച് മുമ്പിൽ നിൽക്കുന്ന ദൈവകുഞ്ഞെ, നിനക്കും എനിക്കും വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. ആമേൻ. ഇന്ന് വചന ശുശ്രൂഷിക്കാൻ ആർക്കും അറിയില്ല. ഞാൻ ഒരു വചന ശുശ്രൂഷ കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കും ഓരോ മീറ്റിംഗ് വയ്ക്കുമ്പോൾ. പക്ഷെ എങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിറയലാണ്. എന്താണ് പറയണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. എനിക്ക് പറഞ്ഞ ദൂത് കേട്ടോ നിങ്ങൾ? ഞാൻ ഞെട്ടിപ്പോയി. 30 ദിവസത്തിനകത്ത് ഞാൻ മിഡിൽ ഈസ്റ്റ് മൊത്തം പോകുന്നു. മിഡിൽ ഈസ്റ്റ് എന്താണെന്ന് പുള്ളിക്കാരൻ അറിയുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഉടനെ ഞാൻ വിളിച്ചു, സഹോദര, ഇനി 29 ദിവസമുണ്ട് മിഡിൽ ഈസ്റ്റ് മൊത്തം. കർത്താവ് കൊടുക്കുന്ന ശുശ്രൂഷകൾ വളരെ ഭയത്തോടെ വിറയലോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയോ, പ്രത്യാശയോടെ ചില സഭകളിൽ ശുശ്രൂഷയ്ക്ക് വിളിക്കും. ചിലരൊക്കെ പറഞ്ഞ് പെരുപ്പിക്കുന്നതാണ്. എന്നാൽ ഒരാലോചന പോലും കാണത്തില്ല. വചനം മാത്രം ശുശ്രൂഷിച്ച് ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. ചില വീടുകളിൽ ഉപവാസ പ്രാർത്ഥന വയ്ക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ വചനം ശുശ്രൂഷിക്കുന്നവരായിരിക്കണം. വചനമാണ് വിടുവിക്കുന്നത്. നിങ്ങളെല്ലാവരും വചനം ശുശ്രൂഷിക്കുന്നവരായിരിക്കണം. അതെൻ്റെ ആഗ്രഹമാണ്. സ്തോത്രം. എല്ലാം നീങ്ങിപ്പോകും, ഇല്ലേ? എല്ലാം നീങ്ങും, അല്ലേ? പ്രവചനം നീങ്ങും, ഇല്ലേ?
ഭാഷ പറഞ്ഞ് നീങ്ങും. ഇല്ലേ തങ്കമാൻറ്റി? ഇല്ലേ പ്രൊഫസർ? ഇല്ലേ? നിങ്ങൾ മൂന്നുപേരെ കാണാമോ? മറ്റൊന്നും കാണാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കുഴപ്പമാണെന്നറിയില്ല, അല്ലേ ക്യാമറ ഓഫ് ചെയ്തോ എന്താണെന്നറിയില്ല. സ്തോത്രം. എല്ലാ കൃപാവരങ്ങളും നീങ്ങും. അന്ത്യത്തോളം നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. പലരെയും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനകത്ത് വന്നിട്ട്. സ്തോത്രം. കാരണം വചനമാണ് നമുക്കെല്ലാം. എടുത്ത വചനം നന്നായിരുന്നു, പക്ഷേ അതിനകത്ത് പെട്ടകത്തെക്കുറിച്ച് പറയാൻ അറിയില്ല. ഞാൻ ഇത് റെക്കോർഡ് ചെയ്തത് പുള്ളിക്ക് ഇട്ട് കൊടുത്തു. കേട്ടിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. സ്തോത്രം. നിങ്ങൾക്ക് വളർന്നു വരുന്ന പിള്ളേരാ, നിങ്ങൾ ശുശ്രൂഷിക്കാൻ, വചനം ശുശ്രൂഷിക്കാൻ ആദ്യം പ്രാപിച്ചെടുക്കണം. എന്നിട്ടാണ് 30 ദിവസത്തിനകത്ത് മൊത്തം മിഡിൽ ഈസ്റ്റും കറങ്ങാൻ എനിക്ക് ദൂത് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂത് ദൈവം തരുന്നതാ. അതെപ്പോഴെന്നറിയാമോ? പറഞ്ഞേ, എപ്പോഴാണ് ദൂതനെന്നറിയാമോ? വേറെ ഒരു വഴിയുമില്ല, എല്ലാം അടഞ്ഞിരിക്കുക. ഒരു ആലോചന ആവശ്യം. ആ ആലോചന എന്ന് പറയുന്നത് ആത്മഹത്യയിൽ നിന്ന്. സ്തോത്രം. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 4 പേര് ഒരു കുടുംബത്തിലെ 2 പിള്ളേരും അല്ലേ, അവർ 4 പേരും പുഴയിൽ ചാടിയത്. സ്തോത്രം. ചാടിക്കഴിയുമ്പോഴാണ് അയ്യോ അവരേതെല്ലാം വാതിൽ മുട്ടിയെന്നറിയാമോ? ഏതെല്ലാം വാതിലുകൾ, ഏതെല്ലാം പള്ളികളിലവർ പോയി, ഏതെല്ലാം സ്ഥലങ്ങളിലവർ പോയി. ആരും അവരെ കൈക്കൊണ്ടില്ല. സ്തോത്രം. നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. നമ്മൾ 4 തരം കഴിക്കുമ്പോൾ അവർ കഴിച്ചോ എന്ന് ചോദിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു വീട്ടിൻ്റെ ഫ്രണ്ട് തുറന്നില്ല എങ്കിൽ, എന്താ സഹോദരി, എന്താ കർത്താദാസനെ, എന്താ ആ ബ്രദറെ തുറക്കാത്ത, എന്ത് പറ്റി ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. അവർ പറഞ്ഞിരിക്കുന്നത്, എത്ര ദിവസം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഇല്ലാതിരിക്കും, എത്ര ദിവസം എൻ്റെ ഭർത്താവിന് ഞാൻ ആഹാരം കൊടുക്കാതിരിക്കും, അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച കുറവുണ്ട്, എത്ര ദിവസം ഞാൻ ആഹാരം കഴിക്കാതിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കണ്ടേ. ആ വരികളൊക്കെ കേൾക്കുമ്പോഴേ പൊട്ടിക്കരയാൻ തോന്നുന്നു കേട്ടോ. സ്തോത്രം. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഒന്നും സംഭവിക്കരുത് നമ്മുടെ നാട്ടിൽ. സ്തോത്രം. സഹോദരിയെല്ലാം കഴിച്ചാലേ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലോകത്തിൽ മക്കൾ പോലും വളരണ്ട എന്ന് അവർ നിശ്ചയിച്ചുറപ്പിച്ച് ആലയങ്ങളിൽ കയറി ഇറങ്ങി. ആരും അവരെ കൈക്കൊണ്ടില്ല. പോട്ടെ, അവിടെ നിൽക്കട്ടെ. അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. പെട്ടകത്തെക്കുറിച്ചാണ്. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ ദൈവം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നമ്മൾ ആരെന്നറിയാമോ? ഒന്ന് ഉറച്ചു പറഞ്ഞേ. പ്രത്യേക സമ്പത്താ നമ്മളെല്ലാവരും. ഒരു പ്രത്യേക സമ്പത്താ, ആർക്കും വർണ്ണിക്കാൻ കഴിയാത്ത ഒരു സമ്പത്താണ് ഞാനും നിങ്ങളും. സ്തോത്രം. ചില സമയങ്ങളിൽ പൊട്ടിക്കരയുമ്പോൾ ഞാൻ പറയും, കർത്താവേ നല്ലൊരു ജോലി എന്നല്ലേ ഞാൻ എന്നെ നീ വിളിച്ചിറക്കിയത്, എൻ്റെ ആവശ്യങ്ങൾ നീ അറിയുന്നില്ലേ എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ചോദിക്കാമല്ലോ ദൈവത്തോട്. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റർമാരോട് ചോദിക്കണം കേട്ടോ. പാസ്റ്റർ എന്തെങ്കിലും കഴിച്ചോ, പാസ്റ്റർമാർ എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും കഴിച്ചോ, നിങ്ങൾ ചോദിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. സ്തോത്രം. ചോദിക്കണം. അവരെല്ലാം കഴിച്ചോ, അവരെ മക്കൾ സ്കൂളിൽ പോയി വല്ലത് കൊണ്ടുപോയോ, ഇതൊക്കെ നിങ്ങൾ ചോദിക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ആലയത്തിനകത്തൊക്കെ പിടിയരി തുടങ്ങിയ ഒരുപാട് പച്ചക്കറികൾ, ധാന്യങ്ങളൊക്കെ പള്ളിക്കകത്ത് വരും. ഇന്ന് പള്ളിക്കകത്ത് ധാന്യം പോയിട്ട് കാണിക്ക പോലുമില്ല. നമ്മൾ വെറും കൈയോടെ പള്ളിയിൽ പോകരുത്. ആരും പോകരുതേ. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട് ആലയത്തിനകത്ത്. നിങ്ങളുടെ ഏത് കോണിലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനത്തെ നോക്കരുത്, അദ്ദേഹത്തിൻ്റെ തടിയോ പൊക്കമോ സൗന്ദര്യമോ പണമോ നോക്കരുത്, അദ്ദേഹത്തിൻ്റെ വീട് നോക്കരുത്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂൾ നോക്കരുത്.
നോക്കരുത്, 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 നോക്കരുത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ദൈവദാസൻ ചോദിക്കുക, കുട്ടികൾ പഠിക്കുന്നത് ഏറ്റവും വലിയ സ്കൂളിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ദൈവദാസനെ, എത്ര കുട്ടികളാ? മക്കളില്ല. അത് തന്നെ, ഇതാണ് മെയിൻ കാര്യം. അളപ്പ് നിർത്ത്. ചിലപ്പോഴൊക്കെ ദൈവദാസന്മാർക്ക് നേരെ ചൂണ്ടുന്ന ചില വിരലുകളുണ്ട്. അതും ദൈവദാസനാ ചൂണ്ടിയത്. അതുകൊണ്ട് ഞായറാഴ്ച പള്ളികളിൽ പോകുമ്പോൾ ദയവായി എന്തെങ്കിലും ഒരു ഒരു പയറോ അല്ലെങ്കിൽ 2 കിലോ അരിയോ എന്തെങ്കിലും കൊണ്ട് പള്ളിയിൽ വെച്ചാൽ ചിലപ്പോൾ ആ അരി ആയിരിക്കും അന്നത്തെ ആ ആഴ്ച മൊത്തം അദ്ദേഹം കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ, സഭാ ചാർജ് ഇരുന്നപ്പോൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പച്ചരിക്ക് പച്ചരി നോക്കിയപ്പോൾ ഒരു കവറിനകത്ത് 6 or 7 ഐറ്റം അരികളുണ്ടായിരുന്നു. അവരന്ന് എന്തെല്ലാം കഴിച്ചിട്ടുണ്ടോ ആഴ്ചയിൽ അതെല്ലാത്തിൻ്റെയും വീതം ഉണ്ടായിരുന്നു ഒരു കവറിനകത്ത്, കുഞ്ഞു കുഞ്ഞു പൊതികളായിട്ട്. റവ അതിനകത്ത് 1 പിടി വാരി മാറ്റി വെച്ചത്, ഗോതമ്പ് വാരി മാറ്റി വെച്ചത്, ഗോതമ്പ് മാവ് വാരി മാറ്റി വെച്ചത്, ചമ്പാവരി, പുഴുക്കലരി, അത് തുടങ്ങി പച്ചരി, റേഷനരി, എല്ലാത്തിൽ നിന്ന് ഓരോന്ന് അവർ കഴിക്കുന്നതിൽ നിന്ന് അവർ അതിൽ നിന്ന് ഓരോ പിടി വാരി മാറ്റി വെച്ചിട്ട് ബാക്കി അവർ ഉണ്ടായി കഴിക്കുന്നത്. ഇന്ന് ആ കുടുംബങ്ങളൊക്കെ, ആമേൻ, അവരുടെ തലമുറയൊക്കെ എവിടെയെന്നറിയാമോ? സ്തോത്രം. ദൈവദാസന്മാർ കൊടുത്തവരാരും നശിച്ചു പോയിട്ടില്ല കേട്ടോ. അവരെയൊക്കെ നിങ്ങൾ മാനിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമ്മൾ വായിച്ചത്, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വച്ച്, ശ്രദ്ധിക്കണേ, സകല ജാതികളിലും വച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ലോ. ആമേൻ. പ്രത്യേക സമ്പത്ത് എല്ലാവരുടെ മേലും വെച്ചിട്ട് നമ്മൾ ഏറ്റവും സമ്പത്തുള്ളവരാണ് നമ്മൾ, പ്രത്യേക തലത്തിൽ. സ്തോത്രം. 24-ാമത്തെ അധ്യായത്തിനകത്ത് 1-2 വാക്ക് എഴുതിക്കോളൂ, 1-2 ഭാഗം. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ഉടമസ്ഥതയിൽ വരുന്നതാണ്, അതായത് യഹോവയുടെ ഉടമസ്ഥതയിലുള്ള സകല ജനവും ബ്രാക്കറ്റിൽ ഒന്നുമല്ല, ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ലോ. പുറപ്പാട് പുസ്തകം 19:5. ആവർത്തനം 10:14. സങ്കീർത്തനം 50:12. സങ്കീർത്തനം 89:11. യഹോവയ്ക്ക് ഇത്തരയിൽ സർവ അധികാരവും ഉടമസ്ഥതയിൽ ലഭിച്ചു. ഉടമസ്ഥതയിൽ ലഭിച്ചത് പ്രകാരമാണ് ഉൽപ്പത്തി പുസ്തകം 7:11
49:5 136 സങ്കീർത്തനം അതിൻ്റെ 6. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1:3 മുതൽ 22 വരെ. യഹോവയുടെ പർവ്വതം, അവന്റെ വിശുദ്ധ സ്ഥലം, അവന്റെ വിശുദ്ധ സ്ഥലം. യെശയ്യാവിന്റെ പുസ്തകം 2 അതിൻ്റെ 3 30:29. അടുത്തൊരു വാക്യം വായിക്കാമോ? ലേവ്യ പുസ്തകം 19:12. സംഖ്യ 8:17. എന്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. ആമേൻ. എന്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. നോക്കിക്കേ, ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോ ലേവ്യ പുസ്തകത്തിനകത്ത് ഓരോ വാക്കുകളും യാഗത്തോടും പെട്ടകത്തോടും ചേർന്ന് ഏലിയുടെ മക്കൾ പെട്ടകത്തോട് ചേർന്ന് നടന്നപ്പോൾ ഈ പെട്ടകത്തെ പിടിക്കുവാനോ തൊടുവാനോ അധികാരം അവർക്ക് കൊടുത്തിട്ടില്ല. സ്തോത്രം. അപ്പൊ നമ്മൾ ഒരു ചോദ്യമുണ്ട്. അപ്പൻ പുരോഹിതനല്ലേ? ശരിയാ. അപ്പന്റെ ജീവിതശൈലി, അപ്പനും ദൈവമായിട്ടുള്ള ബന്ധം, അപ്പനും ദൈവമായിട്ട് എത്രത്തോളം ദൈവത്തെ ഭജിച്ചുവോ എന്നുള്ളത് കർത്താവിന്റെ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ 19-ാമത്തെ അധ്യായത്തിൽ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. സ്തോത്രം. 19-ാമത്തെ അധ്യായം 16, 17, 18, 19, 20, 21, 22 ഈ അധ്യായങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ അധ്യായത്തിനകത്ത് അടങ്ങപ്പെട്ടിരിക്കുന്ന സംഖ്യാപുസ്തകം 9, 10, 11, 12 അധ്യായങ്ങൾ കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന സമാഗമന കൂടാരവും അതിനകത്തുള്ള പെട്ടകവും അത് പണിത തടിയും അല്ലെങ്കിൽ മരവും സകലത്തെയും കുറിച്ചുള്ളൊരു വർണ്ണന നിറയെ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ദൈവത്തിൻ്റെ വാക്കിൽ കൂടെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ലേവ്യ പുസ്തകം ആമേൻ 16 മുതൽ നിങ്ങൾ പഠിക്കുക. സ്തോത്രം. എന്നാൽ അടുത്ത സംഖ്യാപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 8-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സംഖ്യാപുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം 8:17. മനുഷ്യരിലാകട്ടെ മൃഗങ്ങളിലാകട്ടെ ഇസ്രായേൽ മക്കൾക്കുള്ള കടിഞ്ഞൂലൊക്കെയും എനിക്കുള്ളത്.
ഞാൻ മിസ്രയീം ദേശത്തുള്ള കടിഞ്ഞൂലുകളെ ഒക്കെയും സംഹരിച്ച നാളിൽ അവയെ എനിക്കായി ശുദ്ധീകരിച്ചു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അടുത്തൊരു വാക്യം കൂടെ വായിക്കാമോ? സ്തോത്രം. ആമോസിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴും അടുത്തൊരു വാക്യം കൂടെ എഴുതിക്കോളൂ. സങ്കീർത്തനം 69:32. 1 ശമൂവേലിന്റെ പുസ്തകം 9:9 വായിക്കാം. ആമോസിന്റെ പുസ്തകം 5:5. ബഥേലിനെ അന്വേഷിക്കരുത്, ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ബേർശേബയിലേക്ക് കടക്കുകയും അരുത്. ഗിൽഗാൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, ബഥേൽ നാസ്തിയായി ഭവിക്കും. സ്തോത്രം. ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരു മനുഷ്യനാണ് ആമോസ്. ഇസ്രായേലിനെ തൂക്കി നോക്കിയ ഒരു പ്രവാചകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയണം, ആമോസ്. അല്ലേ തങ്കമേന്റി? യെസ്. ഇസ്രായേലിനെ തൂക്കിട്ട് ദൈവം ഏൽപ്പിച്ച ആരെയിൽ നിന്നറിയാമോ? ആമോസ്. നമ്മളെ തൂക്കാൻ, എന്നെ തൂക്കാൻ, എന്റെ കുറവിനെ തൂക്കി നോക്കാൻ ആമോസിന്റെ കയ്യിലാ തൂക്കട്ടെ ദൈവം ഏൽപ്പിച്ച് തൂക്കി നോക്കാൻ പറയും ഇസ്രായേലിന്. അപ്പൊ ഓരോ ഘട്ടത്തിലും ഓരോ പ്രവാചകന്മാരെ ദൈവം അവിടെ എണീപ്പിച്ചിട്ടുണ്ട്. ആമേൻ. ഇന്നത്തെ പ്രവചനങ്ങളൊക്കെ കൃപയാൽ ദൈവം തരുന്നത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ദൈവം ഒരു കാര്യം തന്നാൽ 1000 പ്രാവശ്യം ഞാൻ മാറിയിരിക്കും, പറയാതിരിക്കും, പിന്നെയും നിർബന്ധിച്ചെങ്കിലും മാത്രമേ ഞാൻ പറയത്തുള്ളൂ. സ്തോത്രം. അത് വ്യക്തിപരമായിട്ട്, ആ പബ്ലിക്ക്. അന്നത്തെ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ആഹാബിന്റെ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞു അല്ലേ? വീട്ടിൽ പോയി പറഞ്ഞു. സ്തോത്രം. ഇസബേലിന്റെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു. ഇസബേലിന്റെ അടുത്ത് പോയി പറഞ്ഞു. ആമേൻ. പൗലൂസിന്റെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു. പൗലൂസിന്റെ അടുത്ത് പോയി പറഞ്ഞു. അന്ന് പൗലൂസ് ആയില്ല, അപ്പോസ്തലനായില്ല. പിന്നെ ആരായിരുന്നു? ശൗലായിരുന്നു. പ്രവാചകന്മാർക്ക് ഭയങ്കര സ്ഥാനമുണ്ട് കേട്ടോ. ഒത്തിരി സ്ഥാനമുണ്ട് പഴയ നിയമ പ്രവാചകന്മാർക്ക്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരേ ഒരു പ്രവാചകനുള്ളൂ, കർത്താവ്. ഒത്തിരി സ്ഥാനമുണ്ട്. യെശയ്യാ പ്രവാചകൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്കിയാവിന് അറിയാം, വരുന്നവൻ ചെറിയവനല്ല, പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. യേശുവിന് ജനനത്തെക്കുറിച്ച് പ്രവചിച്ച ഒരേ ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. അപ്പൊ പ്രവചനത്തിനകത്ത് നിൽക്കുന്ന പ്രവാചകനായിരിക്കുന്ന ആമോസിൽ കൂടെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നൊരു വാക്ക്, ആമേൻ, ബഥേൽ എന്ത് ചെയ്യുമെന്നറിയാമോ? നാസ്തിയായി ഭവിക്കും. സ്തോത്രം. പറഞ്ഞ ദൂതുകളെല്ലാം കറക്റ്റാ. ഇതിനപ്പുറം ഒരു യാഗം നടത്താൻ പറ്റില്ല. വരാതിരിക്കാനോ അനുഭവിക്കാതിരിക്കാനോ യാഗങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് യാഗം ഫലിക്കത്തില്ല. പറഞ്ഞത് ദൈവമാണെങ്കിൽ ഉറപ്പായിട്ടും. സ്തോത്രം. അത് അതേപോലെ സംഭവിക്കുമെന്നാണ്. നോക്കൂ, അടുത്ത കർത്താവിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന 1-2 കാര്യങ്ങൾ പറയാം. പഴയ നിയമത്തിൽ കർത്താവിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന 1-2 കാര്യങ്ങൾ എഴുതിക്കോളൂ. 1, 2, 3 എന്ന്. ഒന്ന്, ഈ 24-ാമത്തെ അധ്യായത്തിൽ മാത്രം വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ കുറിച്ചുള്ള വർണ്ണന 24-ാം അധ്യായത്തിൽ മാത്രം എഴുതിയിരിക്കുന്നത്. ഒന്ന്, മഹത്വത്തിന്റെ രാജാവ്. 2, മഹാനായ രാജാവ്. 3, ബലവാൻ. 4, വീരൻ. 5, ശ്രേഷ്ഠ മഹാപുരോഹിതൻ.
5 ന്യായാധിപൻ. 6 ആടുകളുടെ ഇടയൻ. 7 പാറ. 8 അറുക്കപ്പെട്ടവൻ. 9 ന്യായ തൽപരൻ. 10 ഏക മധ്യസ്ഥൻ. ഇത്രയും ഭാഗമാണ് 24-ാമത്തെ അധ്യായത്തിനകത്ത് രത്നചുരുക്കമായി ആമേൻ പണ്ഡിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത്. ആമേൻ. 2 വാക്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, എഴുതിക്കോളൂ. സങ്കീർത്തനം 6:8. വെളിപ്പാട് 7:17. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ 24-ാം